ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മുടെ ഡയറ്റ് തുടങ്ങിയിട്ട് സെക്കൻഡ് ഡേ ആണ്. ഇന്ന് ആകെ അൽക്കുൽത്തായൊരു ഡേ ആയിരുന്നു കേട്ടോ, വല്ലാത്തൊരു ഡേറ്റിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചു, പിന്നെ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷം ഗ്രീൻ ടീ തുടങ്ങാനെന്നൊക്കെ പറഞ്ഞിക്കാനോട് പറഞ്ഞപ്പോൾ ഇക്ക കുറച്ച് ഇതേപോലത്തെ ഗ്രീൻ ടീ പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗ്രീൻ ടീ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഞാനൊരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഗ്രീൻ ടീ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത്, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ, ഒരു നുള്ളു എന്നൊക്കെ പറയില്ല, അത്ര മതി. അതെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലിട്ട് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇല്ലാന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ലൈറ്റ് ചൂടോടെ കുടിക്കുക. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിലുള്ളതാണ് ഈ ഒരു കിവി. അപ്പോൾ അതും കൂടി ഇട്ടിട്ടാണ് ഇന്ന് ഷേക്ക് ഉണ്ടാക്കുന്നത്. ഷേക്കല്ല, സ്മൂത്തി. പക്ഷെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം അതേപോലെ തന്നെ അതിൻ്റെ അടിയിലുണ്ടായിരുന്നു. അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സംഭവം. പിന്നെ ഞാൻ ലാസ്റ്റ് അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കാണിക്കാത്തതാണ് കേട്ടോ, കാണാത്തതാണ്, മിസ്സായി പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സ്മൂത്തിയിൽ ഒരു പഴം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ ഞാനൊരു ആപ്പിളിൻ്റെ പകുതിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇന്നലത്തെ അത്ര ടേസ്റ്റ് അങ്ങോട്ട് കിട്ടിയില്ല. പക്ഷേ കുഴപ്പമില്ല, ഇന്നലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റേ 2 ബനാന ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മധുരം കുറച്ച് കുറവായിരുന്നു. മധുരം പഞ്ചസാര ഇടാനൊക്കെ എൻ്റെ കൈ ഇങ്ങനെ നന്നായിട്ട് തരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇട്ടില്ല കേട്ടോ ഗൈസ്, സോറി കേട്ടോ. നമ്മളെ കിവി ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല, ഞാനത് പീസാക്കിയിട്ട് തന്നെയാണ് ഇട്ടത്. ഞാൻ ഈന്തപ്പഴത്തിൻ്റെ ഓർമ്മയിലാണ് കേട്ടോ ഞാൻ പറഞ്ഞ. അങ്ങനെ നമ്മുടെ കിവിയും കൂടി മേലെ ടോപ്പിങ്സ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇന്ന് വേറെ നട്ട്സും കാര്യങ്ങളൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ കുടിച്ചു. അത് ടേസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ് എൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇന്നലെ നല്ല ചിരിച്ചുകൊണ്ടുള്ള ഫേസ് അല്ലായിരുന്നു. അപ്പോൾ ഇന്ന് ടേസ്റ്റ് കുറച്ച് കുറവായിരുന്നു. സാരമില്ല, നമുക്ക് നാളെ നോക്കാം. അങ്ങനെ ഷേക്കും കാര്യങ്ങളൊക്കെ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി ഞാൻ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മക്കൾക്കുള്ള ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇക്കൊന്ന് ലീവായിരുന്നു, അതുകൊണ്ട് തന്നെ വന്നപ്പോൾ പൊറോട്ട കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നപ്പോൾ മറന്നു. പിന്നെ പൈസ പോയിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തത് കേട്ടോ. നമ്മൾ അടുത്തൊരു കടയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു 3 പൊറോട്ട മതി, എനിക്കിന് വിശക്കണില്ല, ഞാൻ സ്മൂത്തി കുടിച്ചു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇക്ക സമ്മതിച്ചില്ല. 5 വാങ്ങുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഡയറ്റ് എന്താ പറയുക കൊളാക്കാൻ വേണ്ടിയിട്ട് ഇക്ക വാങ്ങിക്കൊണ്ടുവന്നു. നീ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാനൊരു പൊറോട്ട തിന്നാൻ പോയി. ഇതേപോലെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ചൊരു കാര്യമാണ് കേട്ടോ, നമ്മുടെ പൊറോട്ട എന്താണെങ്കിലും ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം കഴിഞ്ഞ് തിരുമ്പിയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് നമ്മുടെ പൈസക്കുട്ടിക്ക് സ്കൂളിൽ PT മീറ്റിംഗ് ഉണ്ട്, നമ്മുടെ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഒരു 3:15 ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം തിരുമ്പൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വേഗം ഒന്ന് അടിച്ചു വാരലും കഴിഞ്ഞിട്ടാണ് കേട്ടോ തീ കത്തിക്കുന്നത്. ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. അങ്ങനെ തീ കത്തിച്ച് വെള്ളമൊക്കെ വെച്ചു. പിന്നെ നമ്മളിന്ന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ബീറ്റ്റൂട്ട് ഉപ്പേരി വെക്കുന്നുണ്ട്. പിന്നെ മീനച്ചാറുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ വേറെ പൊരിക്കാനൊന്നുമില്ല. അങ്ങനെ പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുള്ളൂ കേട്ടോ. വെണ്ടക്ക, പിന്നെ വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി. ഇതാണ് കേട്ടോ, ഇത്രയൊക്കെ ഉള്ളൂ. കഷ്ണങ്ങൾ ഏതൊക്കെ വേണമെന്നൊന്നും നിർബന്ധമില്ല, സാമ്പാർ ടേസ്റ്റ് ഉണ്ടായാൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ അവിടെ. കാരണം കറി മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ പൊട്ടറ്റോ കഴിക്കും കേട്ടോ ഇവിടെ എല്ലാവരും. ബാക്കി നമ്മുടെ വെണ്ടയ്ക്കയും വഴുതനങ്ങയൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും. അതൊക്കെ ഞാൻ തന്നെ തിന്ന് തീർക്കണം. അതുകൊണ്ട് ഞാൻ കുറേയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ. അങ്ങനെ പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം പിന്നെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ബീറ്റ്റൂട്ട് ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത ശേഷം നമ്മൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്യുകയാണ് കേട്ടോ. അത് ഞാൻ ആ വലിയ ഹോളിൽ കൂടെ ഗ്രേറ്റ് ചെയ്തപ്പോൾ നല്ലോണം വലിയ പീസായിട്ട് വരുന്നത്. അപ്പം വേവാൻ കുറച്ച് പാടായിരിക്കും. വേറെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നെ മേലത്തെ ആ ഒരു ചെറിയ ഇത് കൂടെ ഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. നല്ല ബുദ്ധിമുട്ടാണ് ചെറുത് കൂടെ ഗ്രേറ്റ് ചെയ്യാൻ. വലുത് കൂടെ ആണെങ്കിൽ സിമ്പിളായിട്ട് പെട്ടെന്ന് കാര്യം കഴിയും. പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ ബീറ്റ്റൂട്ടിൻ്റെ പീസൊക്കെ അതേപോലെ കിടക്കും. അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങയും ചെറുള്ളിയും ജീരകവും പച്ചമുളകൊക്കെ ഒന്ന് നമ്മുടെ മിക്സിൻ്റെ ജാറിലൊന്ന് ഒതുക്കി എടുത്തിട്ട് അത് ആദ്യം ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ഇത് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബീറ്റ്റൂട്ടും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ബീറ്റ്റൂട്ട് ഉപ്പേരി റെഡി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും വെക്കാമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളുണ്ടായിരുന്നു. രാവിലെ നമ്മൾ പൊറോട്ടയും കാര്യങ്ങളൊക്കെ കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല.
കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പം അതൊന്ന് വേഗം കഴുകിയെടുക്കാണ് കേട്ടോ. അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ എല്ലാം ഒന്ന് കഴുകി ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുക്കളപ്പണിയിൽ ഏറ്റവും റിസ്ക് ആയിട്ട് പേടിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു കഞ്ഞി വാർക്കൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം വാർക്കുമ്പോഴും ഞാൻ വിചാരിക്കും അല്ല എൻ്റെ കൈമക്കൂടെ പോവോ കൈമക്കൂടെ പോവോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ വാർക്കുക. 1-2 വട്ടം പോയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ വാർത്തപ്പോൾ ചോറ് പകുതിയൊക്കെ താഴത്തിൽ കൂടെ ഒക്കെ വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ സംഭവം. പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മളെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയതാ സാമ്പാർ വെക്കാന്ന് കേട്ടോ. അപ്പോൾ ചോറ് എന്ത് അടുപ്പിൽ തീയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അടുപ്പിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മൺചട്ടിയിൽ പരിപ്പൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് വേവാനായി വരുന്ന സമയത്ത് നമ്മളെ ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ വെണ്ടയ്ക്ക് ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വഴുതനെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കുക വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ആയി വേഗം ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസമായി തുടച്ചിട്ട്. അപ്പോൾ ഇന്ന് തുടച്ചു. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് വേഗം ഒന്ന് കുളിച്ചു വന്നു കേട്ടോ. മക്കളെയും കൂടി കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരെയും കുട്ടികളുടെ ചോറൊക്കെ കൊടുത്തിട്ട് ഉറക്കിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. കാരണം ഉറക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോകുന്ന അറിയില്ലല്ലോ. പക്ഷെ ഇക്ക പറഞ്ഞു സാറില്ല ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടോ. പിന്നെ എനിക്കൊരു പുതിയ ഒറ്റയ്ക്ക് സ്കൂട്ടി ഓടിച്ച് പോകാൻ വേണ്ടിയിട്ട്. സ്കൂട്ടി പഠിച്ചിട്ട് ഇതുവരെ നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. നമ്മൾ അങ്ങനെ വടിയൊക്കെ ഉണ്ടാക്കാനല്ലേ പോയിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരാഗ്രഹം. അപ്പോൾ ഇക്ക പറഞ്ഞു ശരി ഞാൻ ഒറ്റയ്ക്ക് വിടണ്ട, ഞാനും കൂടെ പിന്നാലെ ബൈക്കിൽ വരാമെന്ന് പറഞ്ഞിട്ട് മക്കളും ഇക്കയും ബൈക്കിൽ പിന്നാലെ വന്നു. ഞാൻ സ്കൂട്ടിയിൽ ഒറ്റയ്ക്കും പോയിട്ടോ. കുഴപ്പമില്ലാതെ അങ്ങനെ പോയി വന്നു. നമ്മളിങ്ങനെ വലിയ വഴി കൂടെ ഒക്കെ പോയി വരുമ്പോഴല്ലേ ഓരോ മിസ്റ്റേക്കൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ റെഡി ആയിതാ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഞാൻ റെഡി ആയതൊക്കെ രസമുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയണം കേട്ടോ പ്ലീസ്. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ 3ാമത്തെ നിലയിലായിരുന്നു നമ്മുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അവിടെ കുറച്ച് പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിനെ കുറിച്ചുള്ള നമ്മുടെ പേരൻസിൻ്റെ അഭിപ്രായവും അതുപോലെ നമുക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് പറയാനും പിന്നെ നമ്മളെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ വന്നിട്ട് കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നതാ ഡയറ്റുള്ള ആളാണ് കെട്ടിട്ടൊക്കെ തിന്നാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ചായയും എണ്ണക്കടിയും വേണോന്ന് ചോദിച്ചപ്പോൾ ഒരൊറ്റ പറച്ചില്ല ആന്ന് എണ്ണക്കടി കണ്ട അവിടെ ഞാൻ മലന്ന് വീഴും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരു കട്ട്ലേറ്റ് കഴിച്ചു. പിന്നെ എന്താ പറയുക ഉള്ളിവട കഴിച്ചു. പിന്നെ വേറെന്തോ സാധനം കൂടി കഴിച്ചു. അങ്ങനെ കഴിച്ച് വയറ് ഫുള്ളായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ, സീ യു.